നിന്ന് പ്രാർത്ഥിക്കണം. ഒരു സെക്കൻഡ് എന്റെ കർത്താവേ, എന്റെ സഹോദരിയുടെ വിഷയത്തിന് വിടുതൽ തരണമേ, എന്റെ അപ്പ എന്റെ സഹോദരന്റെ വിഷയത്തിന് വിടുതൽ തരണമേ എന്ന നിലവിളിക്കാൻ പഠിക്കണം, പ്രാർത്ഥിക്കണം, കരയണം ദൈവസന്നിധിയിൽ. അതിരാവിലെ എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കണമെന്ന് ദൈവമക്കൾ, ദൈവദാ സഹോദരിമാർ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. ഉറക്കം വരുന്നവര് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുറഞ്ഞു പോയാൽ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. പലരും എന്നോട് പറയും, ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും സിസ്റ്ററെ, നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. വേണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ, ഒന്നുമില്ല, എൻ്റെ കർത്താവിനെ നടത്തും. പക്ഷേ നിങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുക. കാരണം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണത് കാണുന്നത്. പ്രാർത്ഥിക്കാൻ നീ സമയം കണ്ടെത്തണം. ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് അറ്റൻഡർ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. സിസ്റ്ററെ, എങ്ങനെയാണ് സിസ്റ്ററെ ഇതിനൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ റൺ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? അവരുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കിയിട്ട് അവർ ചോദിക്കുക, ഇതിനൊക്കെ എപ്പോഴാണ് സമയം കിട്ടുന്നത്? ഞാൻ ഒറ്റൊരു കാര്യം പറഞ്ഞു, സമയം ഒരു ദിവസം പോലും നമ്മളെ തേടി വരത്തില്ല. സമയത്തെ നാം കണ്ടെത്തണം. കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നാം അതിനുവേണ്ടി സമയത്തെ ഒതുക്കണം. ഹല്ലേലൂയ. മുമ്പ് നീ രക്ഷിക്കപ്പെട്ട നാളിൽ 1 മണിക്കൂർ പ്രാർത്ഥിച്ചില്ലേ സഹോദരി? അന്ന് നിനക്ക് സമയമുണ്ടായിരുന്നോ? അരമണിക്കൂർ പ്രാർത്ഥിച്ചില്ലേ? അത് 1/4 മണിക്കൂറാക്കിയില്ലേ? 10 മിനിറ്റ് ആക്കിയില്ലേ? ഇപ്പോൾ നിനക്ക് 1 മിനിറ്റ് പോലും സമയമില്ല. എങ്ങനെയാ നിന്റെ രോഗം മാറാത്തത്? എങ്ങനെയാ നിന്റെ കഷ്ടം മാറുന്നത്? എങ്ങനെയാ നിനക്കുള്ള പ്രയാസങ്ങൾ മാറുന്നത്? ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ നേടിത്തരും, മതി, ഇങ്ങനെ ആശ്വസിച്ച് പോവുക. അങ്ങനെയല്ല. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സഭാവിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി, യോഗ്യതയുടെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ. അതുപോലെ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ദുഃഖങ്ങളെ കാണുമ്പോൾ പ്രാർത്ഥിക്കണം. മുമ്പോട്ടൊന്ന് വാങ്ങേ. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, പ്രാർത്ഥന വിജയത്തിന്റെ രഹസ്യമാണ്. ലറൂസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ ആപ്തവാക്യം അതാണ്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. ആമേൻ. എത്ര പേർക്ക് അറിയാം ഇത്? എനിക്കറിയില്ല. അറിയാവുന്നവരൊക്കെ ആമേൻ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന